ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹായ് ഗൈസ് എന്ന് വന്നിട്ട് കൈ ക്യാമറയൊക്കെ പിടിച്ചിട്ടൊരു വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേ അതെടുക്കാനുള്ള ധൈര്യം ഇതുവരെ വന്നിട്ട്. പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മാലദ്വീപ്സിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാലദ്വീപ്സിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഗ്രൂം ട്യൂബി ഉള്ളതുകൊണ്ട് അപ്പുറമുള്ള ഒരു ഐലൻഡ് വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബോട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടുന്ന് ബോട്ട് കയറി ഒരു ഇരിപ്പുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥലം എത്തും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് കേട്ടോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ചെറുപ്പം തൊട്ടുള്ള കാര്യം പറയാം, ഇവർക്ക് വിദ്യാഭ്യാസമൊക്കെ കൂടുതലും ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർ സ്വന്തമായിട്ട് ചെറിയ ജോലിയൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ ചെറിയ ജോലി ചെയ്തുകൊണ്ട് ആ കിട്ടുന്ന ശമ്പളത്തിലാണ് കേട്ടോ ഇവർ അത് കഴിഞ്ഞിട്ടുള്ള പഠിത്തങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി മാതാപിതാക്കന്മാരതിൽ പൈസ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കല്യാണം കഴിക്കാനാണെങ്കിൽ ഇവിടെ സ്ത്രീധനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെണ്ണുങ്ങൾക്ക്. ആണുങ്ങളോട് പെണ്ണുങ്ങളാണ് എന്തോ ചോദിക്കുന്നതെന്ന് തോന്നുന്നു, അത് ചോദിക്കുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ ഇവർക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും അത് അടയ്ക്കാൻ വേണ്ടി കുറേ വർഷങ്ങൾ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ പലിശയും കാര്യങ്ങളും ഒന്നുമില്ലേ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ കാര്യം എനിക്ക് തോന്നിയത്, ഇവിടെ ആരും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കിടന്ന് മരിച്ച് പണിയെടുക്കണ്ട കേട്ടോ. അതായത് നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളെ പഠിപ്പിച്ചും കല്യാണം കഴിപ്പിച്ചും വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാക്കി ജീവിതം അവർ ലോൺ അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടണം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥ അല്ലല്ലോ നമ്മുടെ നാട്ടിൽ. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ കോളേജിൽ പോയി ബാക്കി സമയത്ത് അതിൻ്റെ എംബോസിഷൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്ത് ഈ സിസ്റ്റം അല്ലേ. പിന്നെ ഇവിടെ എല്ലാം പീസ്ഫുൾ ആണ് കേട്ടോ. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാ വെട്ടും കുത്തും അങ്ങനത്തെ പരിപാടികളോ കലാപരിപാടികളോ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ പരസ്പരം രണ്ടുപേരും ഡിവോഴ്സ് ആവണമെങ്കിൽ തന്നെ അവർ പരസ്പരം സംസാരിച്ച് സമാധാനപരമായിട്ട് പിരിഞ്ഞ് അവരുടെ അടുത്ത് കല്യാണം കഴിച്ച് വീണ്ടും കാണുമ്പോൾ സംസാരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് നടക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ വെട്ടും കുത്തും കൊലപാതകവും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ സമാധാനപരമായ ജീവിതമാണ് കൂടുതലായിട്ട്. ഇത്തരം കഥ പറഞ്ഞിരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഐലൻഡ് പോയി തിരിച്ച് ഹോസ്റ്റലിൽ എത്താറായി ഗൈസ്. പക്ഷെ മാലദ്വീപ്സിന്റെ റിയാലിറ്റി നമ്മൾ ഗൂഗിളിൽ കാണുന്നത് മാത്രമല്ല കേട്ടോ, അത്രയ്ക്ക് സുഖകരമൊന്നും അല്ല ഇവിടുത്തെ ജീവിതം. അതൊക്കെ ഇനി ഓരോരോ വീഡിയോകളിലായിട്ട് പറയാം കേട്ടോ. അപ്പം ശരി ഗൈസ്, നാളെ കാണാം. ബൈ.